അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ കേൾക്കണ്ടേ? എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബെന്നി എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ്. ആരുടെയാണ്? ബെന്നി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ. ബെന്നി ജനിച്ചപ്പോൾ തന്നെ ബെന്നിക്ക് 2 ചെവികളുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ ചെവിയുണ്ടല്ലോ, അതുപോലെ ബെന്നിക്ക് ചെവി ഉണ്ടായിരുന്നില്ല. ആ ചെവിയുടെ സ്ഥലത്ത് ബെന്നിക്ക് 2 ദ്വാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ ഈ കാണുന്ന ചെവി, ആ ചെവി ബെന്നിക്ക് ഉണ്ടായിരുന്നില്ല. ആ ചെവിക്ക് പകരം അവിടെ 2 തുളകൾ മാത്രം, 2 ദ്വാരങ്ങൾ മാത്രമേ ബെന്നിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബെന്നി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബെന്നിക്ക് വലിയ വിഷമമാണ്. പക്ഷെ ചെവി കേൾക്കാനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ബെന്നിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ബെന്നി എന്നും ഇങ്ങനെ സങ്കടപ്പെടും, ചെവിയില്ലാത്തതുകൊണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആൺകുട്ടി ആയതുകൊണ്ട് മുടിയും ഉണ്ടാവില്ല, അപ്പോൾ ഒതുക്കി വെക്കാനോ കാണാത്ത രീതിയിൽ മറയ്ക്കാനോ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബെന്നി അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെവി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, പക്ഷെ അതിന് പറ്റിയ ബെന്നിയുടെ രൂപത്തിന് പറ്റിയതായ ചെവി വേണം. അപ്പോൾ അത് കിട്ടിയാലേ ബെന്നിക്ക് മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ വിളിച്ചു, ബെന്നിക്ക് അനുയോജ്യമായ ഒരു ചെവി വന്നിട്ടുണ്ട്, നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബെന്നി ശസ്ത്രക്രിയയൊക്കെ ചെയ്തു. അങ്ങനെ ബെന്നിക്ക് ചെവിയെല്ലാം കിട്ടി. ബെന്നി അത് കഴിഞ്ഞ് മറുനാട്ടിലോട്ട് പോയി, ഗൾഫിലോട്ടോ ഒക്കെ പോയി. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ബെന്നിക്കൊരു കോള് വന്നു. ബെന്നിയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കോളാണ് വന്നത്. ബെന്നി പാഞ്ഞ് നാട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ ക്രിയകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ബെന്നി ആ കാര്യം അറിഞ്ഞത്. എന്താണ്? ബെന്നിയുടെ അമ്മയുടെ മുടി ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ചപ്പോഴാണ് അമ്മയ്ക്ക് 2 ചെവികളില്ല എന്ന് മനസ്സിലായത്. അതായത് ബെന്നിക്ക് ആരാണ് ഈ ചെവി കൊടുത്തത്? ബെന്നിക്ക് അന്നേരം ചെവി കൊടുത്തത് അമ്മയായിരുന്നു. ആ സത്യം മറയ്ക്കാൻ വേണ്ടി അമ്മ എപ്പോഴും മുടി ഇങ്ങനെ ഒതുക്കി കെട്ടി, ചെവി കാണാത്ത വിധത്തിൽ ഇങ്ങനെ ഒതുക്കി കെട്ടി ചീകിയായിരുന്നു അമ്മ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ബെന്നി അത് അന്നേരം ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് ബെന്നിക്ക് അത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നതിൻ്റെ ഓരോത്തിൻ്റെയും വില നമുക്ക് മനസ്സിലാവുന്നത് വളരെ വൈകിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു മാതാവോ അല്ലെങ്കിൽ പിതാവോ ആകുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർ ചെയ്യുന്ന ത്യാഗമൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോൾ നമ്മളതനുസരിച്ച് വേണം അവരോട് സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ കൊണ്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായോ? എന്നാൽ അടുത്ത ദിവസം കാണാം. ബൈ.